നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവരുമാനത്തെ നമുക്ക് എന്തെന്നൊക്കെ വിളിക്കാം? നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ന് പറയുന്നത് നികുതി വരുമാനം എന്ന് പറയുന്നത്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. ഈ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. എന്താണ് പ്രത്യക്ഷ നികുതി? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അല്ലേ. പ്രത്യക്ഷമായിട്ട് തന്നെ കൊടുക്കാം അല്ലേ. എനിക്കാണ് നികുതി ചുമത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് നികുതി ചെലവാക്കുന്നതിനെയാണെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ആദായ നികുതിയും കെട്ടിട നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് പരോക്ഷ നികുതി? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അല്ലേ. വേറൊരാൾ കൊടുക്കുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയ്ക്ക് എന്താണ് ഉദാഹരണങ്ങളാണ്. വിൽപ്പന നികുതിയും വിനോദ നികുതിയും പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായില്ല? അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും? പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൊടുക്കുകയാണ് നികുതി. പരോക്ഷ നികുതി എന്ന് വെച്ചാൽ വേറൊരാൾ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരോക്ഷ നികുതി. എന്താണ് നികുതിയേതര വരുമാനം? നികുതി അല്ലാത്ത വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലേ. ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ എന്നിവയൊക്കെ എന്തിൽ വരും? നികുതിയേതര വരുമാനത്തിൽ വരും. ഓക്കെ. അപ്പോൾ എന്താണ് നികുതി എന്ന് പറയുന്നത്? നികുതി എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കുവാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെയാണ് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട ചിലവിനെയാണ് പറയുന്നത് നികുതി എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയെയാണെന്ന് വിളിക്കുന്നത് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്? അപ്പോൾ GSTയുടെ ഫുൾ ഫോം എന്താണ്? ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലേ. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരോക്ഷ നികുതിയാണ് GST എന്ന് പറയുന്നത്. GST നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 101 ഭേദഗതി പ്രകാരം. എന്നാണ് വന്നത്? 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0, 5 എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയൊക്കെയാണ് GST നിരക്ക് വരുന്നതെന്നാണ് പറയുന്നത്. 0, 5, 12, 18, 28 എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് 0, 5, 12, 18, 28. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ GSTയുടെ സ്ലാബ് റേറ്റ് ആണ് പറയുന്നത് 0, 5, 12, 18, 28 എന്ന് പറയുന്ന ഒരു പരോക്ഷ നികുതിയാണ്. 101 ഭേദഗതിയിലാണ് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ കുടുംബത്തിലെ വരവും ചിലവും നോക്കുന്നതാണ്. അപ്പോൾ സർക്കാർ ഇതുപോലെ ചെലവും വരവും നോക്കുന്നത് ഒരു വർഷത്തിൽ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എന്നാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കാലയളവ് ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്ത് വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബജറ്റ് എന്ന് പറയുന്നത് സർക്കാർ ചെലവ് വരുമാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 112 അനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ ബജറ്റ് എന്ന് പറയുന്നത് പലതരമുണ്ട്. എന്തൊക്കെ ബജറ്റാണുള്ളത് നമുക്ക് നോക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. എന്താണ് മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്? മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചെലവ് കുറവുമാണ് അല്ലേ. മിച്ച
മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചിലവ് കുറവുമാണ്. അപ്പോൾ എന്താണ്? മിച്ചം പിടിക്കാൻ, നമുക്ക് മിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിച്ചം പിടിക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? മിച്ചം പിടിക്കുകയാണ്. അപ്പോൾ മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചിലവ് കുറവിനെയാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ ടു ആണല്ലേ? നമുക്കറിയാലോ സന്തുലിതം എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ആവണം, അതായത് വരവും ചിലവും തുല്യമാകുന്നു. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിച്ച ബജറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കും. അപ്പം മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചിലവ് കുറവും. സന്തുലിത ബജറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കും. കമ്മി ബജറ്റ് വരവ് കുറവും ചിലവ് കൂടുതലായിരിക്കും. ഇനി ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ബോഗറ്റ് എന്നാണ്. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ബോഗറ്റ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദരൂപം കൊണ്ടത്. 11-ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ്.